എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. നാം നോക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നതിനെക്കുറിച്ചാണ്. 3 കാർഡുകളുണ്ട് ഈ വീഡിയോയിൽ, നിങ്ങൾക്കത് കാണാം. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ജനറൽ റീഡിങ്ങുമാണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഫയല് നമുക്കെടുക്കാം. ആദ്യത്തെ കാർഡ് നമുക്കെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാർഡ് 4 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് 4 കപ്പുകൾ ഈ കാർഡിൽ കാണാം. അവർ കൺഫ്യൂഷനിലാണ്. നിങ്ങളുടെ വ്യക്തി കൺഫ്യൂഷനിലാണ്. നിലവിലെ അവസരങ്ങളെ എടുക്കാൻ മടിയാകുന്നത് പോലെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. അത് ആശയക്കുഴപ്പമാകാം, ചിലപ്പോൾ ഭയം കൊണ്ടാകാം, ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാകാം, ചിലപ്പോൾ ആ വ്യക്തി അപ്പോൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം. നിങ്ങളുടെ വ്യക്തി ഉലയുന്നൊരു മനസ്സുമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ പരിഗണിക്കാതെ പോകാം, വേണമെങ്കിൽ കാര്യക്ഷമതയോടെ അത് ഏറ്റെടുക്കാം. പക്ഷേ എന്തു വന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ ദുഃഖമുണ്ട്. ഏതോ ഒരു കാര്യത്തെ പറ്റി ഓർത്തുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള ദുഃഖം ഉണ്ടായിരിക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ അത് ദുഃഖമായി തളം കെട്ടിക്കിടക്കുന്നു. മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണെന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് നമ്മളീ നൽകുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. എന്തിനെക്കുറിച്ച് ഓർത്താണെന്നുള്ളത് വ്യക്തമല്ല, പക്ഷേ അതൊരു ദുഃഖമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഏത് കാര്യം എന്താണെന്ന് ഒക്കെ നിങ്ങൾക്കൊരു പക്ഷെ അറിയാൻ കഴിയും, പക്ഷേ ആ വ്യക്തി അത് ദുഃഖമായി തന്നെ അവശേഷിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ കാർഡ് ദി ലവേഴ്സാണ്. രണ്ടാമത്തേതിലുള്ള കാർഡ് ദി ലവേഴ്സ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾ അവർക്ക് പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ്. ഒരാത്മബന്ധമോ തീരുമാനമോ ഒക്കെ ആകാം. ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യത്തെ കാർഡിൽ കണ്ടു, മാനസികമായിട്ടൊരു ദുഃഖം ആ വ്യക്തി അനുഭവിക്കുന്നു. ആ ദുഃഖം എന്തിനെ സംബന്ധിച്ചാണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് ആ വ്യക്തി നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് ദി ലവേഴ്സ്. ആ വ്യക്തി നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ നേരത്തെ പറഞ്ഞ ആ കൺഫ്യൂഷൻ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാകാം, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാകാം. അത് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വിങ്ങലുണ്ടാക്കുന്നു. വിഷയങ്ങളൊക്കെ നിങ്ങൾക്കൊരു പക്ഷെ അറിയായിരിക്കും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ആരെങ്കിലും എതിർക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങളുടെ വ്യക്തിയുടെയോ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് വരുന്നതൊക്കെ ആകാം. മനസ്സിൻ്റെ ഉള്ളിൽ ദുഃഖവും വിഷമവും ഒക്കെ തളം കെട്ടി നിൽക്കുമ്പോൾ അതൊരു ദുഃഖമായി തന്നെ അവശേഷിക്കുന്നു, വിഷമമായി തന്നെ അവശേഷിക്കുന്നു. ജീവിതത്തിൽ വല്ലാത്ത ഒരു വേദന ഉണ്ടാകുന്നു, ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്നു. അത് വല്ലാതെ ആ വ്യക്തിയെ ബാധിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ബാധിക്കുന്ന ആ വിഷമം മറ്റൊന്നും കൊണ്ടും താങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ആ വ്യക്തി എത്തുന്നു. ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നവും ആ വ്യക്തിയെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമിപ്പിക്കുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടറിയാം. നിങ്ങളെ ചിലർ എതിർക്കുന്നു, ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയെ ചിലർ എതിർക്കുന്നു, നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്. ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ ഒരു ഇഷ്ടം ആ വ്യക്തി കാണിക്കുന്നു. അതുതന്നെയാണ് ആ ദുഃഖത്തിനും വിഷമത്തിനും സങ്കടത്തിനും ഒക്കെ കാരണം. നമുക്ക് മൂന്നാമത്തെ കാർഡ് നോക്കാം. നിങ്ങൾക്കവിടെ കാണാം ഒരു ചക്രം, വീൽസ് ഓഫ് ഫോർച്യൂൺ. തൊട്ട് മുൻപിലുള്ള ഒരു മാറ്റം കാണിക്കുന്നു. ഈ ചിന്തകൾക്ക് മാറ്റങ്ങൾ വിധേയമാകുന്നു. അതായത് എവിടെയാണോ ദുരിതമുണ്ടായിരിക്കുന്നത്, എവിടെയാണോ തടസ്സമുണ്ടായിരിക്കുന്നത്, എവിടെയാണ് വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത്, അത് മാറി ജീവിതത്തിൽ സന്തോഷവും നന്മയും വരാൻ പോകുന്നു.
ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങൾക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിക്കും ഇടയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാക്കുന്നവരാരും ആയിക്കൊള്ളട്ടെ, അവർ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും നല്ല ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. തീർച്ചയായിട്ടും ഒരു ദൃഷ്ടാന്തമായിട്ടത് മാറുകയാണ്. നിങ്ങൾ തന്നെ വിജയിക്കും. നിങ്ങൾക്ക് തന്നെ വിജയം ഉണ്ടാവും. നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങളെ തോൽപ്പിക്കാൻ ആര് വന്നാലും അതിന് സാധിക്കില്ല. നിങ്ങളുടെ സൗഭാഗ്യം, നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ പ്രണയത്തിലെ നന്മ അത് തന്നെ വിജയിക്കാൻ പോകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് മനസ്സിലിപ്പോഴുള്ള വിഷമവും വെല്ലുവിളിയും ഒക്കെ മാറിക്കൊണ്ട് കൃത്യമായ ഒരു സംരക്ഷണത്തിലേക്ക് എത്തുന്നു. കൃത്യമായ ഒരു ജീവിതത്തിലേക്ക് എത്തുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സൗഖ്യത്തോടെ ഇഷ്ടത്തോടെ നിലകൊള്ളാൻ സാധിക്കുന്നു. നിങ്ങളൊന്നാകും. ആ വ്യക്തിയുടെ മനസ്സിലുള്ള ആശങ്ക അതിന് ആരെങ്കിലും ഭംഗം വയ്ക്കുമെന്നായിരുന്നു നിങ്ങൾക്കും ഉണ്ടായിരുന്ന ആശങ്ക. പക്ഷെ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ വ്യക്തിയുടെ മനസ്സിലുള്ള പ്രണയം, ദുഃഖം ഒക്കെ മാറുന്നു. നിങ്ങൾ ഒരുമിക്കാൻ പോകുന്നു. ഉള്ള ശക്തിയും കരുത്തും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ ഒന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു.